നമുക്കിന്ന് തേങ്ങ കൊണ്ട് ഒരു നാടൻ ചമ്മന്തി ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യൂ. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അരമുറി തേങ്ങ ഇങ്ങനെ ചിരകിയെടുക്കാം. അരമുറി തേങ്ങ കൊണ്ട് 6 പേർക്ക് കഴിക്കാവുന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചമ്മന്തി അരച്ചാൽ പിന്നെ ചോറിന് വേറെ കറിയൊന്നും വേണ്ട, അത്ര ടേസ്റ്റാണ്. നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് 4 വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽമുളക് നിറം മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങാം. ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 6-7 ചെറിയ ഉള്ളി എടുക്കണം. അതുപോലെ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ലെമൺ സൈസിൽ പുളിങ്ങ എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും വേണം. നമുക്ക് ഈ തേങ്ങ ചമ്മന്തി 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് അല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ആ ഒരു രൂപത്തിൽ. പിന്നെ ഒരു രീതി കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാം. ഒന്ന് ക്രഷ്ഡായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മളിനി നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം മിക്സിയിലേക്ക് ഇടണം. നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. ചോറിനും കഞ്ഞിക്കും ഏറ്റവും നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഈ തേങ്ങ ചമ്മന്തി. ചമ്മന്തി ഏകദേശം ക്രഷ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ആ കല്ലുകൂടെ അരഞ്ഞ് ചേരുന്നത് കൊണ്ട് അത് കുറച്ചുകൂടെ നമ്മുടെ ദഹനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വല്ലാതെ ഡ്രൈ അല്ല. നിങ്ങൾക്ക് വെള്ളം വളരെ കുറച്ച് ആണ് ഒഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയ ഒരു രൂപത്തിൽ കിട്ടും. നാടൻ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയുടെ മണമൊക്കെ ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ.